ഏവർക്കും സിനിമാ വാർത്തകളിലേക്ക് സ്വാഗതം. ലാലേട്ടൻ്റെ ദൃശ്യം 3 സിനിമ അങ്ങനെ സിനിമയുടെ മൂന്നാം ശനിയാഴ്ചയായ 24-ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സിനിമയുടെ ഇന്നത്തെ കളക്ഷൻ നോക്കുമ്പോൾ ഇന്ന് സിനിമയ്ക്ക് ഗംഭീര പ്രീസെയിൽ കളക്ഷനാണ് വന്നിരിക്കുന്നത്. അതെ, സിനിമയുടെ ഇന്നത്തെ പ്രീസെയിൽ കളക്ഷനായി വന്നിരിക്കുന്നത് 65 ലക്ഷം രൂപയോളമാണ്. അപ്പോൾ സിനിമയ്ക്ക് ഇന്ന് കേരളത്തിൽ നിന്ന് 1 കോടിക്ക് മുകളിൽ കളക്ഷൻ വരുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. സിനിമയുടെ ഇന്നലെ വരെയുള്ള കളക്ഷനിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ സിനിമയ്ക്ക് 30 ലക്ഷം രൂപയോളമാണ് പ്രീസെയിൽ കളക്ഷനായി വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ഇന്നലത്തെ കളക്ഷനോട് കൂടി വേൾഡ് വൈഡ് കളക്ഷൻ 243 കോടിക്കടുത്താണ് എത്തിയിട്ടുള്ളത്. സിനിമയുടെ കേരള കളക്ഷൻ 88 കോടിയോളം ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമയ്ക്ക് ഇന്നലെ ഒരു കളക്ഷനിൽ ഇടിവുണ്ടായിരുന്നെങ്കിലും മികച്ച കളക്ഷൻ തന്നെയാണ് ഇന്നലെ നേടിയെടുക്കുന്നത്. പക്ഷേ ഇന്ന് ശനിയാഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഇന്ന് വർക്കിൻ്റെ ഇന്ന് വെക്കേഷനാണ്. അതുമാത്രമല്ല, അതുകൊണ്ട് തന്നെ ഇന്ന് കളക്ഷനിൽ വർധനവുണ്ടാവും. ശനിയാഴ്ചയാണ്, മൂന്നാം ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നും കളക്ഷനിൽ വർധനയുണ്ടാവും. അതുകൊണ്ട് സിനിമയ്ക്ക് ഇന്ന് പ്രീസെയിൽ കളക്ഷൻ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ഇന്ന് 1 കോടിക്ക് മുകളിൽ കേരള കളക്ഷൻ വരുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. അപ്പോൾ സിനിമയുടെ ഇന്നത്തെ വേൾഡ് വൈഡ് കളക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 1.5 കോടി രൂപയോളമാണ്. അങ്ങനെയെങ്കിൽ ഇന്നത്തോടെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 244 കോടി രൂപ എത്തുന്നതായിരിക്കും. സിനിമയുടെ കേരള കളക്ഷൻ 88 കോടി കടന്ന് 89 കോടിയിലേക്ക് കടക്കുന്നതായിരിക്കും. അപ്പോൾ സിനിമ ഇന്നും നാളെ ഞായറാഴ്ചയാണല്ലോ, ഞായറാഴ്ച ഇന്നത്തെ കളക്ഷനിലേക്കാണ് നാളെയും കളക്ഷൻ കൂടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നാളെ സിനിമയ്ക്ക് 1 കോടി കൂടി കളക്ഷൻ കേരളത്തിൽ വരുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. അപ്പോൾ സിനിമ മികച്ച കളക്ഷത്തെ കുതിപ്പാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സിനിമ നാളത്തെ കൂടി സിനിമയുടെ കളക്ഷനിൽ രീതിയിൽ വരുന്നതായിരിക്കും. അപ്പോൾ സിനിമയുടെ റണ്ണൗട്ട് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിനിമ ഇനി OTTയിലേക്കാണ് നമ്മൾ കണ്ടുവെക്കുന്നത്. അപ്പോൾ സിനിമയുടെ OTT റിലീസ് നമ്മൾ നോക്കുമ്പോൾ സിനിമയുടെ OTT റിലീസ് വരാൻ പോകുന്നത് ഈ മാസം അവസാനം എങ്ങാനായിരിക്കും. ഈ മാസം അവസാനം എന്തായാലും സിനിമയുടെ OTT റിലീസ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എത്ര പേരാണ് ഈ സിനിമയുടെ OTT റിലീസ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.